ആവശ്യം അത് നേടിയെടുക്കാനുള്ള രീതി വ്യത്യസ്തമായി. റെയിൽ ബജറ്റിൽ നിരാശരാണെന്ന് UDF-ന്റെയും LDF-ന്റെയും MP-മാർ. എന്നാൽ ഒറ്റക്കെട്ടായി ഈ ആവശ്യമുന്നയിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. റെയിൽ ബജറ്റ് അവതരിപ്പിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം കേരളത്തിൽ നിന്നുള്ള ഇടത് MP-മാർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്തി. പുതുതായിട്ട് 67 ട്രെയിനുകൾ അനുവദിച്ച സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാമമാത്രമായിട്ടുള്ള ട്രെയിനുകളാണുള്ളത്. പുതിയ പ്രോജക്റ്റുകളില്ല, പുതിയ സ്കീമുകളില്ല. ഇത് കേരളത്തോടുള്ള തികച്ചും വിവേചനപരമായിട്ടുള്ള സമീപനമാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കേരളത്തിലെ ഇടതുപക്ഷ MP-മാരെന്ന നിലയിൽ ഞങ്ങൾ ഈ ധർണ നടത്തുന്നത്. പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ റെയിൽവേ മന്ത്രിയെയും കണ്ട് കേരളത്തിലെ ഈ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നു. UDF MP-മാരാകട്ടെ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന്റെ വീട്ടിൽ യോഗം ചേർന്നു. പ്രധാനമന്ത്രിയെയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസാലിനെയും കാണാൻ തീരുമാനിച്ചു. റെയിൽവേ ബജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്നുള്ള പരാതി വ്യാപകമായി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ നിരാശയുണ്ടായത്. അതുപോലെ തന്നെ MP-മാരും ബഡ്ജറ്റ് കേരളത്തിന്റെ കാര്യത്തിൽ സംതൃപ്തരല്ല. ബജറ്റിന് മുമ്പ് കൂട്ടായി സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിന് കഴിഞ്ഞിരുന്നില്ല. സമ്മർദ്ദം ശക്തമാക്കിയാൽ ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയുടെ മറുപടിയിലോ ബജറ്റ് ചർച്ചയുടെ മറുപടിയിലോ കേരളത്തിന് അനുകൂല തീരുമാനമുണ്ടായേക്കാം. അതിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് കേരളം ഇപ്പോൾ. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.